റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട്. ഈസാ നബിന്റെ ബർത്ത്ഡേ അതും ചിലർ കൊണ്ടാടുന്നുണ്ട്. ഈസാ നബി നമ്മളെ നബിയാ. ഈസാ നബി അലൈഹി സ്വലാം നമ്മളെ നബിയാണ്. അപ്പൊ ആ യേശു ഇവിടെ അടുത്ത് വരാനിരിക്കുകയാണ്. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ്. അന്നലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ. അതില് കുഴപ്പമൊന്നുമില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേണ്ട് കുഴപ്പമൊന്നുമില്ല. ഇയാൾ പറഞ്ഞതിൽ ഈസാ അലൈഹിസ്സലാമുമായി നമുക്ക് വലിയ ബന്ധമുണ്ടെന്നുള്ളതിലൂടെ ആർക്കും തർക്കമൊന്നുമില്ല. ഈസാ നബി മാത്രമല്ല, എല്ലാ നബിമാരെയും നമ്മളെ ആളുകൾ തന്നെയാണ്, ഒരു സംശയമല്ല. ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുമെന്നതിൽ നമുക്ക് സംശയമല്ല, ഒരു തർക്കവും നമുക്കില്ല. ഇവിടുത്തെ മർമ്മം എന്ന് പറയുന്നത് ഡിസംബർ 25 ലോകമാകെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഈസാ അലൈഹി ഇസ്ലാമിനെ അല്ല അവതരിപ്പിക്കുന്നത്. പുൽക്കൂടിൽ ദൈവപുത്രനായി ജനിച്ചു വീണ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണത്, ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് നടത്തിയ പ്രയോഗം വഖാലുത്തഖദ റഹ്മാൻ വലദ, പിന്നെ പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ, നിങ്ങൾ ആ പറഞ്ഞത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എത്രത്തോളം ഗുരുതരമാണ്. തകാദു സ്സമാഉ യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ, ആ വാദം നിമിത്തം ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു പോവുകയും ചെയ്യുമാറായിട്ടുണ്ട്. എന്താ വാദം? റഹ്മാനി വലദ, പരമകാരുണ്യകന് കുട്ടിയുണ്ട് എന്ന അവരുടെ വാദം. അപ്പൊ ഒരു ക്രിസ്ത്യൻ സമൂഹവും ഇതിൽ നിന്ന് മുക്തമായി എന്ത് ചെയ്യണില്ല, ഇത് ആഘോഷിക്കണില്ല. ചിലരിത് ആഘോഷിക്കാത്തവരുണ്ട്. എന്നാൽ ഈ ആഘോഷം ജനിച്ചു വീണ മറിയമിന്റെ പുത്രനായ മനുഷ്യപുത്രനായ ഈസാ നബി അലൈഹി സ്വലാമിന്റെതാണെങ്കിൽ പോലും നമുക്ക് പറ്റൂല. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നാണ് വാദിക്കുന്നത്. അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നുള്ളതിനെ എന്ത് ചെയ്യണില്ല, ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമല്ല. ഒരാൾ ഉണ്ടാക്കുക, മറ്റൊരാൾ തള്ളുക, വേറെ ആളുടെ എടുക്കുക, വേറെ ആൾ കൊള്ളുക, ഓരോരുത്തർക്ക് തോന്നിയത് പറയാ. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും സംസാരിക്കണില്ല. ഇതിപ്പോ ഉസ്താദ് എന്താണ്, ഞമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളക്കെടുത്ത് കുടിച്ചിട്ട് പോകുമ്പോൾ ഞമ്മക്കൂടെ ആഘോഷിക്കാം, അതിന് കുഴപ്പമില്ല എന്നാണ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സീസണിലൊന്നും ഇതില്ല. ഇനി ഇവരുടെയൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോ ഇത് മഹാന്മാർ പണ്ടത്തെ നമ്മൾ ആൾക്കാർ ആഘോഷിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം പുതിയ ജനറേഷൻ ഒന്നും അറിയില്ല. യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ബിദ്അത്ത് എന്ന് വിളിക്കുന്നത്. എന്താ പറയുക, ഇസ്ലാം പൂർണ്ണമായതിനു ശേഷം കമാൽ, ദീൻ പൂർത്തിയായതിനു ശേഷം ദീനിൽ ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ഗുരുതരമാണ്. അതിന് ഒന്നാമത്തെ പ്രശ്നം അത് ലലാലത്താണ്, അത് വഴികേടാണ്. രണ്ടാമത്തെ പ്രശ്നം അത് നരകത്തിലേക്കാണ്. മൂന്നാമത്തെ പ്രശ്നം ആ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ അത് ഉപേക്ഷിക്കുന്നത് വരെ അവന്റെ ബാക്കി അമൽ സ്വീകരിക്കൂല. നാലാമത്തെ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഹൗദുൽ കൗസറിലെ വെള്ളം നിരാകരിക്കപ്പെടും. അള്ളാഹ് പറയും അള്ളാഹുവിന്റെ റസൂലിനും ഈ വ്യക്തികൾക്കും ഇടയിൽ മറയിടും. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുക, എന്തേ പഠിച്ചോനെ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്ക് ശേഷം ദീനിൽ ഉണ്ടാക്കിയ പുത്തൻ ചര്യകൾ അവർക്ക് അറിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രല്ല ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ദീനിൽ ആചാരം ഉണ്ടാക്കാം എന്ന് വന്നാൽ ഇമാം ഷാത്തബിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുള്ളത് ഫഖദ് സഅന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവർ വാദിക്കുന്നത് എന്ന നിലക്കാണ്. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക, അങ്ങനെ പറയാ, അവനാന്റെ വീട്ടിലിരുന്ന്, ഇതാണ് ഇപ്പൊ നടക്കുന്നത്. തള്ളുകഥകളാണെങ്കിലും കിതാബാണെങ്കിലും ഒക്കെ അതാണ് നടക്കുന്നത്.